കൗണ്ടറാണ് നമുക്കിനി പഠിക്കാനുള്ള ടോപ്പിക്ക്. കൗണ്ടർ എന്ന് പറയുന്നത് സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ആണ്. കോൾക്ക് പൾസസിൻ്റെ കൗണ്ടാണ് നമ്മൾ കൗണ്ടറായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. കൗണ്ട് ദ പൾസസ് ഈസ് നോൺ ആസ് കൗണ്ടറായിട്ട് ഡിഫൈൻ ചെയ്യുന്നു. അല്ലെങ്കിൽ എന്തായിരിക്കാം, ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നമ്മൾ കോൾക്ക് പൾസസ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൗണ്ടാണ് കൗണ്ടറായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. മെയിൻലി 2 ടൈപ്സ് ഓഫ് കൗണ്ടേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് സിങ്ക്രണൈസ് കൗണ്ടേഴ്സും ഒന്ന് എസിങ്ക്രണൈസ് കൗണ്ടേഴ്സ്. ഈ എസിങ്ക്രണൈസ് കൗണ്ടേഴ്സിനെയാണ് റിപ്പിൾ കൗണ്ടേഴ്സായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് എസിങ്ക്രണൈസ് കൗണ്ടേഴ്സ് ആണ് പറയുന്നത്. എസിങ്ക്രണൈസ് കൗണ്ടേഴ്സ് ഓർ റിപ്പിൾ കൗണ്ടേഴ്സ്. എസിങ്ക്രണൈസ് കൗണ്ടേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മളൊരു ട്രാൻസിഷൻ പെർഫോം ചെയ്യുമ്പോൾ അതിനെ ക്ലോക്ക് പൾസസ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അതിനെയാണ് എസിങ്ക്രണൈസ് കൗണ്ടേഴ്സായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അതിൻ്റെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ സിമ്പിളാണ്, ഡിസൈൻ ചെയ്യാൻ സിമ്പിളാണ്. ലെസ് നമ്പർ ഓഫ് ലോജിക്കൽ ഗേറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എസിങ്ക്രണൈസ് കൗണ്ടേഴ്സിനെ കൺസ്ട്രക്ട് ചെയ്യാം. ഓപ്പറേഷൻ എന്ന് പറയുന്നത് കമ്പയർ ടു സിങ്ക്രണൈസ് കൗണ്ടേഴ്സിനെ അപേക്ഷിക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഓപ്പറേഷൻ സ്ലോ ആണ്. നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എസിങ്ക്രണൈസ് കൗണ്ടേഴ്സിനെ നമുക്ക് ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടോ അതല്ലെങ്കിൽ അതിൻ്റെ വേർഷനായി JK ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്തിട്ടോ D ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാവുന്നതാണ്. ആ ഡയഗ്രാംസ് ആണ്, സർക്യൂട്ട്സ് ആണ് നെക്സ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇതാണ് ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ട്. ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ട് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. ഇത് ടി ഫ്ലിപ്പ് ഫ്ലോപ്സ് 4 ബിറ്റിൻ്റെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്യുന്നു. ഫസ്റ്റ് എന്തായിരിക്കും, എക്സ്റ്റേണൽ ക്ലോക്ക് സൈക്കിളാണ് കൊടുക്കുന്നത്. ടിക്ക് എക്സ്റ്റേണൽ ക്ലോക്ക് സൈക്കിൾ കൊടുക്കുന്നു. നെക്സ്റ്റ് എന്തായിരിക്കും, ഇതിൻ്റെ ക്ലോക്ക് സൈക്കിൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് എന്തിൻ്റെ ക്ലോക്കായിട്ട് വരുന്നത്, സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് സിഗ്നലായിട്ട് വരുന്നത്. ടി എന്ന് പറയുന്നത് എന്തായിരിക്കും, സിംഗിൾ ടി ആണ്. എല്ലാത്തിലോട്ടും എല്ലാ 4 ബിറ്റിലോട്ടും കണക്ട് ചെയ്തിരിക്കുന്നത് സിംഗിൾ ടീനെയാണ്. ഈ എക്സ്റ്റേണൽ ക്ലോക്ക് സൈക്കിൾ കൊടുക്കുന്നു. നെക്സ്റ്റ് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് സൈക്കിൾ എന്ന് പറയുന്ന സിഗ്നൽ നമുക്ക് കിട്ടുന്നത് ഫസ്റ്റിൻ്റെ ഔട്ട്പുട്ടാണ്. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടായിരിക്കും. തേർഡിൻ്റെ എന്ന് പറയുന്നത് സെക്കൻഡിൻ്റെ ആയിരിക്കും. ലാസ്റ്റത്തെ എന്ന് പറയുന്നത് തേർഡിൻ്റെ ആയിരിക്കും നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് കൊടുക്കുന്നത്. പിന്നെന്താണ്, ഒരു റീസെറ്റ് സിഗ്നലും കൂടി നമ്മളവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ഒരു ടി ഫ്ലിപ്പ് ഫ്ലോപ്പിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു എസിങ്ക്രണൈസ് കൗണ്ടേഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, കൗണ്ടർ എന്തിനാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്, നമ്മുടെ പൾസസിൻ്റെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോർമലി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് തേർഡ് പോസിബിലിറ്റി എന്ന് പറയുന്നത് ഡി ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്യുന്നതാണ്. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിലാണെങ്കിൽ എന്തായിരിക്കും, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ട് ഇൻപുട്ട് ഡിഫൈൻ ചെയ്യുന്നത് അതിൻ്റെ കോംപ്ലിമെൻറ്റ് ഫോമാണ്. ഇതാണ് 0 ഇട്ടിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കോംപ്ലിമെൻറ്റ് ഫോം ആയിരിക്കും എല്ലാത്തിലോട്ടും ഡി ഇൻപുട്ടായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യുന്നത്. നോർമലി ഈ ടി ഫ്ലിപ്പ് ഫ്ലോപ്പിൽ പറഞ്ഞ പോലെ തന്നെ എക്സ്റ്റേണൽ ക്ലോക്ക് സൈക്കിൾ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് കൊടുക്കുന്നു. നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ പൾസസ് നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മുടെ ഡിഫൈൻ ചെയ്ത് വരുന്നത്. ഇതാണ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് തേർഡ് പോസിബിലിറ്റി എന്ന് പറയുന്നത് JK ആണ്. JK ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നു. ക്ലോക്ക് പൾസസ് നോർമലി ഇതെല്ലാം ചെയ്ത പോലെ തന്നെയാണ് ക്ലോക്ക് പൾസസ് യൂസ് ചെയ്യുന്നത്. JK ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് J ആൻഡ് K എന്ന് പറയുന്നത് ഇൻപുട്ട് ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുന്നത്, ഫസ്റ്റ് സ്റ്റേറ്റിൽ നമ്മളെല്ലാം റീസെറ്റ് 0 ആക്കി വയ്ക്കുന്നു. എല്ലാം നമ്മൾ സെറ്റ് 0 ആക്കി വയ്ക്കുന്നു. പിന്നെ എന്തായിരിക്കും, വെൻ ദ ഫസ്റ്റ് നെഗറ്റീവ് ക്ലോക്ക് എഡ്ജ് പാസസ് ദ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ടോഗിൾ. ഇതാണ് ആദ്യമേ പറഞ്ഞത്. ഇതിൻ്റെ ഔട്ട്പുട്ട് ഫസ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത് ടോഗിൾ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഔട്ട്പുട്ട് എന്താണോ ആ ഔട്ട്പുട്ടായിരിക്കും നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് പൾസസ് ആയിട്ട് വരുന്നത്. ഇതെങ്ങനെയാണ്, എത്ര ബിറ്റ്സ് ഉണ്ടോ അത്രയും കംപ്ലീറ്റ് ആകണ വരെയായിരിക്കും ഈ ആക്ഷൻസ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് എസിങ്ക്രണൈസ് കൗണ്ടേഴ്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സിങ്ക്രണൈസ് കൗണ്ടേഴ്സ് ആണ്. സിങ്ക്രണൈസ് കൗണ്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നോർമലി ക്ലോക്ക് പൾസസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ ട്രാൻസിഷൻ പെർഫോം ചെയ്യുന്നത്. അങ്ങനെയുള്ള ക്ലോക്ക് പൾസസ് യൂസ് ചെയ്ത് ട്രാൻസിഷൻ പെർഫോം ചെയ്യുന്ന കൗണ്ടേഴ്സിനെയാണ് സിങ്ക്രണൈസ് കൗണ്ടേഴ്സ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ വെരി സിമ്പിളാണ്. എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സും ഇൻ്റർ കണക്റ്റഡ് ആണ്. സെയിം ക്ലോക്ക് സിഗ്നൽസ് ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്തായിരിക്കും, നമ്മുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് വെരി ഫാസ്റ്റാണ്. ഇതൊക്കെയാണ് മെയിനായിട്ട് അതിൽ വരുന്നത്. ഇതിലും അത് സിങ്ക്രണൈസ് ഫ്ലിപ്പ് ഫ്ലോപ്പ് അതിൽ നമുക്ക് ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടും JK ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടും നമുക്കത് കൺസ്ട്രക്ട് ചെയ്യാം. ഇഫ് T = 0 ഓർ J = K = 0 ആണെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഒരു ചേഞ്ചും വരില്ല. ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഒരു ചേഞ്ചും ഉണ്ടായിരിക്കില്ല. അതേ സ്ഥാനത്ത് T = 1 J = K = 1 ആണെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് കോംപ്ലിമെൻറ്റ് ഫോം ആയിരിക്കും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഫസ്റ്റ് എന്തായിരിക്കും, അതിനെ റീസെറ്റ് 0 ആക്കുന്നു. നെക്സ്റ്റ് 0 ഫ്ലിപ്പ് ഫ്ലോപ്പിനെ പോലെ തന്നെ
നോർമലി JK ഫ്ലിപ്പ് ഫ്ലോപ്പാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ എന്തായിരിക്കും, ജെയും കെയും ഡയറക്റ്റായിട്ട് ഇൻപുട്ട് വാല്യൂസ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. നെക്സ്റ്റ് എന്തായിരിക്കും, ഒരു കൗണ്ട് എനേബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു സിഗ്നൽ കൊടുക്കുന്നുണ്ട്. ആ കൗണ്ട് എനേബിൾ എന്ന് പറയുന്ന സംഭവത്തിനാണ് എന്തായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്, A0 ഔട്ട്പുട്ടും കൂടിയിട്ടാണ് ആൻഡ് ഗേറ്റ് ചെയ്തിട്ടാണ് അതിൽ ഓരോ ഔട്ട്പുട്ടും ഡിഫൈൻ ചെയ്യുന്നത്. ഫസ്റ്റ് എന്ത് തോന്നുന്നു, ഈ ആൻഡ് ഗേറ്റിൽ, അതായത് കൗണ്ട് എനേബിൾ എന്ന് പറയുന്നതാണ് കെയിലോട്ടും ജെയിലോട്ടും പോകുന്നത്. അതാണ് ആൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത്. ഒരു ഇൻപുട്ട്, അടുത്ത ഇൻപുട്ട് ഏതായിരിക്കും, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിൻ്റെ, അതായത് ഫസ്റ്റ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്താണോ ആ ഔട്ട്പുട്ടായിരിക്കും ആൻഡ് ഗേറ്റിൻ്റെ സെക്കൻഡ് ഇൻപുട്ടായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഈ ആൻഡ് ഗേറ്റിൽ നിന്നാണ് JKക്കും കെയിലോട്ടും വാല്യൂസ് വരുന്നത്. ക്ലോക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, സിങ്ക്രണൈസ് ആയിട്ടായിരിക്കും അതിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് JK സിങ്ക്രണൈസ് കൗണ്ടേഴ്സായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ എനേബിൾ ക്ലോക്കിൽ നിന്നും ഇൻപുട്ടുകൾ വാല്യൂസ് എടുക്കുന്നു. ആ ഇൻപുട്ട് വാല്യൂസിൽ നിന്ന് അതിനെ ആൻഡ് ഗേറ്റ് ചെയ്യുന്നു. ആൻഡ് ഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ, ഒരെണ്ണം ഡയറക്റ്റ് കൗണ്ട് എനേബിളിൽ നിന്നും എടുത്തിട്ട് നെക്സ്റ്റ് എന്തായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്, ആ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നാണ് ആ സെക്കൻഡ് ഇൻപുട്ട് ആൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ടായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതാണ് ക്ലോക്ക് പൾസസ് എല്ലാത്തിനും കോമൺ ആയിട്ടായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് നെക്സ്റ്റ് സ്റ്റേറ്റ് കിട്ടുന്നു. ഈ സ്റ്റെപ്പ് എത്രയാണ്, ഈ 4 ഫ്ലിപ്പ് ഫ്ലോപ്പും എപ്പോഴാണോ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത് അതുവരെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് സിങ്ക്രണൈസ് കൗണ്ടേഴ്സ് വരുന്നത്. ഇനി അതർ കൗണ്ടേഴ്സാണ് റിംഗ് കൗണ്ടറായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. റിംഗ് കൗണ്ടർ എന്ന് പറയുന്നത് എന്താണ്, ഒരു SISO, അതായത് സീരിയൽ ഇൻ സീരിയൽ ഔട്ട്പുട്ടിൻ്റെ ഒരു അപ്ലിക്കേഷനായിട്ടാണ് റിംഗ് കൗണ്ടേഴ്സ് പറയുന്നത്. ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിൽ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്, ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഓഫ് ദി ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഔട്ട്പുട്ടായിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. പക്ഷേ റിംഗ് കൗണ്ടേഴ്സിൽ എന്താണ്, ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് ഷിഫ്റ്റ് രജിസ്റ്റർ, SISOൻ്റെ ഷിഫ്റ്റ് രജിസ്റ്ററും റിംഗ് കൗണ്ടറും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഇൻ റിംഗ് കൗണ്ടർ ഈക്വൽ ടു നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ്ഡ്. എത്ര സ്റ്റേറ്റ്സ് ഉണ്ട് റിംഗ് കൗണ്ടർ എന്ന് പറയണമെങ്കിൽ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതായിരിക്കും കൗണ്ട് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ റിംഗ് കൗണ്ടറായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. D ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ എന്ത് ഡിഫറൻസ് ആണ് നോർമൽ രജിസ്റ്റേഴ്സിനെക്കാട്ടും ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിനെക്കാട്ടിലും ഡിഫറൻസ് ഉള്ളത്, ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടാണ്. ഇവിടെ ORI യൂസ് ചെയ്യുന്നുണ്ട്, ഓവർ റൈഡിങ് ഇൻപുട്ട് നമുക്ക് എന്താണ്, 2 മെത്തേഡായിട്ടാണ് കൊടുക്കുന്നത്. ഒന്ന് പ്രീസെറ്റ് ആയിട്ടും ഒന്ന് ക്ലിയർ ആയിട്ടും. അപ്പോൾ എന്തായിരിക്കും, ORIയിൽ നിന്ന് ഓവർ റൈഡിങ് ഇൻപുട്ട് ഫസ്റ്റ് കൊടുക്കുന്നത് PR ആണ്, പ്രീസെറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. P-set ഈക്വൽ ടു 0 ആണെങ്കിൽ എന്തായിരിക്കും, ഔട്ട്പുട്ടാണ് നമുക്ക് ജനറേറ്റ് ആവുന്നത്. അപ്പോൾ P-set ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് കൊടുക്കുന്നു, പ്രീസെറ്റ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് കൊടുക്കുന്നു. അതർ ഫ്ലിപ്പ് ഫ്ലോപ്സിന് എന്തായിരിക്കും, ക്ലിയർ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ P-set ഈക്വൽ ടു 0 ആണെങ്കിൽ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നു. P-set ഈക്വൽ ടു 1 ആണെങ്കിൽ എന്തായിരിക്കും, നമുക്ക് നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ കണക്ഷനാണ് ഡിഫൈൻ ചെയ്തു വരുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഓവർ റൈഡിങ് ഇൻപുട്ടാണ് ഓവറായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. പ്രീസെറ്റ് ആൻഡ് ക്ലിയർ ഉണ്ട്. ദ ഔട്ട്പുട്ട് ഈസ് 1 വെൻ ദ PR ഈക്വൽ ടു 0 ആയിരിക്കും. ഔട്ട്പുട്ട് 1 ആണെങ്കിൽ PR ഈക്വൽ ടു 0 ആയിരിക്കും. ദ ഔട്ട്പുട്ട് ഈസ് 0 ആണെങ്കിൽ വെൻ ദ ക്ലിയർ ഈക്വൽ ടു 0 ആയിരിക്കും. ക്ലിയർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ബോത്ത് PR ആൻഡ് ക്ലിയർ ഓൾവേസ് വർക്ക് ഇൻ വാല്യൂ 0 ബിക്കോസ് ദേ ആക്റ്റീവ് ലോ സിഗ്നൽസ് ആയിരിക്കും. ഇതാണ് PR ഈക്വൽ ടു 0, Q ഈക്വൽ ടു 1, ക്ലിയർ ഈക്വൽ ടു 0, Q ഈക്വൽ ടു 0 എന്നത്. ഇതെന്ന് പറയുന്നത് ഫിക്സഡ് വാല്യൂസ് ആണ്. ഈ 2 വാല്യൂസിൻ്റെ എന്ന് പറയുന്നത് ഓൾവേസ് ഫിക്സഡ് വാല്യൂസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് PR ഈക്വൽ ടു 1 വന്നാൽ എന്തായിരിക്കും, നമുക്ക് നെക്സ്റ്റ് ഇതിലോട്ടുള്ള കണക്ഷൻ വരുന്നത്. അതായത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പെർഫോം ചെയ്യുന്നത് ഔട്ട്പുട്ട് ലാസ്റ്റ് സിഗ്നലിലോട്ട് നമുക്ക് റിംഗ് ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നതെങ്കിൽ PR ഈക്വൽ ടു 1 ആണെങ്കിൽ മാത്രമേ റിംഗ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ഇതാണ് ഇവിടെ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം പ്രീസെറ്റ് വാല്യൂസ് ആണ്. സ്ക്വയർ ബോക്സിൽ കൊടുത്തിരിക്കുന്നതെല്ലാം പ്രീസെറ്റ് വാല്യൂസ് ആണ്. ലോ ആൻഡ് ഹൈ വാല്യൂസ് ആണ് ORIയിൽ വരുന്നത്, ഓവർ റൈഡിങ് ഇൻപുട്സിൽ വരുന്നത്. ഡീകോഡർ യൂസ് ചെയ്തിട്ടുള്ള വാല്യൂസ് ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ഇൻപുട്ട് എന്താണ്, ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് 100 ആയിരുന്നു. ലാസ്റ്റ് ഇൻപുട്ട് എന്താക്കി, ലാസ്റ്റിലോട്ട് വന്നു, അതിനെ കണക്ട് ചെയ്തു. ലാസ്റ്റ് ഇൻപുട്ട് ഫസ്റ്റിലോട്ട് വന്ന് കണക്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് റിംഗ് കൗണ്ടേഴ്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്ന കൗണ്ടറാണ് ജോൺസൺ കൗണ്ടർ അല്ലെങ്കിൽ ക്രീപ്പിംഗ് കൗണ്ടേഴ്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ജോൺസൺ കൗണ്ടർ, ക്രീപ്പിംഗ് കൗണ്ടർ, അങ്ങനെ കുറേ പേരുകൾ അതിന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ജോൺസൺ കൗണ്ടർ മെയിനായിട്ട് ക്രീപ്പിംഗ് കൗണ്ടർ ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ റിംഗ് കൗണ്ടർ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ജോൺസൺ കൗണ്ടർ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒരൊറ്റ ഡിഫറൻസേ ഉള്ളൂ. റിംഗ് കൗണ്ടറിൽ എന്തായിരുന്നു, നമ്മുടെ ലാസ്റ്റത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടായിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. പക്ഷേ ജോൺസൺ കൗണ്ടറിൽ എന്താണ്, ലാസ്റ്റത്തെ
ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഔട്ട്പുട്ടായിട്ട് അതിനെ ഡിഫൈൻ ചെയ്യും. അതിൻ്റെ കോംപ്ലിമെൻറ്റ്, ആ ഔട്ട്പുട്ടിൻ്റെ കോംപ്ലിമെൻറ്റ് എന്താണോ ആ കോംപ്ലിമെൻ്റ് ആയിരിക്കും ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതാണ് മെയിനായിട്ടുള്ള ഡിഫറൻസ് വരുന്നത്. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റേറ്റ്സിൻ്റെ ജോൺസൺ കൗണ്ടർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുന്നത്, നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ്ഡ്, അത് തന്നെയാണ് നമ്മൾ റിംഗ് കൗണ്ടറിൽ പഠിച്ചത്. നമ്പർ ഓഫ് യൂസ്ഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 2n, നമ്പർ ഓഫ് അൺയൂസ്ഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 2n - 2 × n ആണ്. അതാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് 4 ബിറ്റ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ നോക്കി നോക്കുക, ഡി 4 ബിറ്റ് യൂസ് ചെയ്യുന്നു. നമുക്ക് എന്തായിരിക്കും വരുന്നത്, ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഔട്ട്പുട്ടായിട്ട് തന്നെ കൊടുത്തു. അതിൻ്റെ കോംപ്ലിമെൻറ്റ് എന്താണോ ആ കോംപ്ലിമെൻ്റ് ആണ് ഫസ്റ്റത്തെ ഇൻപുട്ടായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ അതിൽ നമുക്ക് ഡിഫൈൻ ചെയ്യുന്നു. ഫസ്റ്റ് എന്ന് പറയുന്നത് എല്ലാം 0 ആണെങ്കിൽ എന്തായിരിക്കും നമുക്ക് വർക്ക് ചെയ്യുന്നത്, ഏതാണ്, എയും ഇയും മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റത്തെയും ലാസ്റ്റത്തെ മാത്രമായിരിക്കും വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ത് ചെയ്തു, എക്ക് 1 എന്നുള്ള വാല്യൂ വരുമ്പോൾ എന്തായിരിക്കും, എ ബി കോംപ്ലിമെൻറ്റ്, എക്ക് ഔട്ട്പുട്ട് 1 വരികയാണെങ്കിൽ ബി ആയിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ബിക്ക് 1 വരുമ്പോൾ എന്തായിരിക്കും, സി ആയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. സിക്ക് 1 ആണെങ്കിൽ സിയും ഡി ആയിട്ടാണ് വരുന്നത്. ഡിക്കാണെങ്കിൽ എന്തായിരിക്കും, അല്ലെ ഇക്കാണെങ്കിൽ എന്തായിരിക്കും, ഇയും എ ആയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. നെക്സ്റ്റ് എന്തായിരിക്കും, അതെല്ലാം റിവേഴ്സ് ഓർഡറിൽ പ്രോസസ്സ് ചെയ്യണം. അപ്പോൾ എന്തായിരിക്കും, ഫസ്റ്റ് എനെ നമ്മൾ ഡീആക്ടിവേറ്റ് 0 ആക്കുമ്പോൾ എന്തായിരിക്കും, എയും ബിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പിന്നെ ബിയും സിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ബിയും സിയും കഴിഞ്ഞ് സിയും ഇയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ ഇയും എയുമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റെപ്പ് ഇവിടെ ആവശ്യമുള്ള റിപ്പീറ്റേഷനാണ് പിന്നെ വരുന്നത്. ഇതാണ് ജോൺസൺസ് കൗണ്ടർ എന്ന് പറയുന്നത്. ജോൺസൺ കൗണ്ടർ റിംഗ് കൗണ്ടറും തമ്മിൽ ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. ജോൺസൺ കൗണ്ടറിൽ ഔട്ട്പുട്ട് ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഇത്രയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, കൗണ്ടേഴ്സിൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു.